Welcome back to Bosco Campus Vision. Today we are discussing the subject Business Environment and Policy of S3 BBA under Kerala University. And myself, Mary Neto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing a new topic, that is monetary policy. So we can discuss the meaning, definition and objectives of monetary policy. So monetary policy means to the step which is taken by the Reserve Bank of India to regulate the cost and supply of money and credit in order to achieve the socio-economic objectives of the economy. And so monetary policy influences the supply of money or the cost of money or the rate of interest and the availability of money. So one of the most important functions of Reserve Bank is to formulate and administer a monetary policy. So such a policy refers to the use of instruments of credit control by the Reserve Bank so as to regulate the amount of credit creation by the banks. So it also aims at varying the cost and availability of credit with a view to influence the level of aggregate demand for goods and services in the economy. So in simple, we can say monetary policy is a step taken by, or it is a policy by Reserve Bank of India to regulate the cost and supply of money or a credit in order to achieve the socio-economic objectives of the economy or our country. അപ്പോൾ മോണിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സാമ്പത്തികം അല്ലെങ്കിൽ പൈസ എന്നാണ് നമ്മൾ മോണിറ്ററി ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ മുന്നോട്ട് നീക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും, അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന സപ്ലൈ ഓഫ് മണി, അത് കോസ്റ്റ് ആവാം അല്ലെങ്കിൽ ചിലവിനായാലും കോസ്റ്റ് ആൻഡ് സപ്ലൈ ഓഫ് മണി, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആവാം, നമ്മൾ അല്ലേ കടം വാങ്ങിക്കുന്നതാകാം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പൈസയുടെ ഒരു റെഗുലേഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം, വരവ് ചെലവുകൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മണി സോഴ്സ് എങ്ങനെയാണ്, എത്ര രൂപ എവിടെ നിന്നൊക്കെ കണ്ടെത്തുന്നു. അപ്പോൾ ഇതിനെല്ലാം ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഒരു പോളിസി നിശ്ചയിച്ചിട്ട്, ഇപ്പം നമുക്കറിയാം ഈ കോവിഡ് വന്ന സമയത്ത് ബാങ്ക് റേറ്റ്സിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നു. റിസർവ് ബാങ്ക് ചില ഇപ്പം നമുക്കറിയാം കാർഷിക വായ്പ, അഗ്രികൾച്ചർ ലോൺസ് കൊടുത്തിരുന്നു, അതെടുത്ത് മാറ്റി. പിന്നെ അതുപോലെ ഗോൾഡ് ലോൺസിന് ഇൻട്രസ്റ്റ് കുറച്ചു, അതായത് 9 നാഷണലൈസ് ബാങ്കിനൊക്കെ 9 അല്ലെങ്കിൽ 8.5 ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 7.5 ആയിരിക്കും. അപ്പം ഈ മോണിറ്ററി പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ്. പിന്നെ അതുപോലെ തന്നെ മൊണോട്ടോറിയം ഇല്ലേ, ലോൺസിനെല്ലാം തന്നെ മൊണോട്ടോറിയം ഏർപ്പെടുത്തും. അപ്പോൾ ഇതെല്ലാം റിസർവ് ബാങ്കാണ് ഈ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പോളിസി എന്തെന്ന് പറയുന്നത്, മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. സോ സച്ച് എ പോളിസി റിഫേഴ്സ് ടു ദി യൂസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ ദി റിസർവ് ബാങ്ക് സോ ആസ് ടു റെഗുലേറ്റ് ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ദി ബാങ്ക്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും, ഇപ്പോൾ നമുക്ക് ഒരു ബാങ്കിൽ ചെന്ന് നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ അതിനൊരു ലിമിറ്റ്സ് ഉണ്ട് അല്ലേ, നമ്മളുടെ ജോലിയും വരുമാനമൊക്കെ നോക്കിയിട്ട് അതിനൊരു നിശ്ചിത തുകയാണ് അവർ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്ക് മോണിറ്ററി പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ക്ലിയർ ആയല്ലോ മോണിറ്ററി പോളിസി. So here is a small definition of monetary policy, that is D.C. Rowan has defined monetary policy as discretionary act undertaken by the authorities designed to influence forward the supply of money, cost of money or rate of interest and the availability of money. അപ്പോൾ നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു ഡിസ്ക്രിയേഷണറി ആക്ട് അണ്ടർടേക്കൺ ബൈ ദി അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാണ്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിസൈൻ ടു ഇൻഫ്ലുവൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോളിസി അവർ നിശ്ചയിക്കുന്നത്, ദ സപ്ലൈ ഓഫ് മണി, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന മണി സപ്ലൈയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മണി ഓർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ലോൺസിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ സേവിങ്സിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ദ അവൈലബിലിറ്റി ഓഫ് മണി, സമയാസമയങ്ങളിൽ ബാങ്കിന് റിസർവ് ബാങ്ക് കൊടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ പൈസയുടെ അവൈലബിലിറ്റി,
അപ്പം ഇതിനെയൊക്കെ തീരുമാനിക്കാനാണ് ആര് റിസർവ് ബാങ്ക് എന്ന് പറയുന്ന അതോറിറ്റിയുടെ ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി. സോ DC Robin has defined monetary policy as a discretionary act undertaken by the authorities designed to influence the supply of money, cost of money, or rate of interest, or the availability of money. Clear with the point? Next we go for the objectives of monetary policy, that is to accelerate the process economic growth or the controlled expansion. So the objectives of monetary policy means that in India during the planned period the basic objective of monetary policy has been to meet the requirement of the planned development of the economy. So with this broad and basic objective, the monetary policy has been pursued to achieve the following objectives of the economic policy of the government of India. So according to that objective, the first is to accelerate the process of economic growth. That is, one of the twin aim of the economic policy is to accelerate the process of economic growth with a view to raise national income. So the Reserve Bank has made the allocation of fund to various sectors according to the priorities laid down in the plans and requirements of day-to-day development. So the first objective is to accelerate the process of economic growth. So in that the Reserve Bank has made the allocation of fund to the various sectors according to the priority done in the plans and requirements of the day-to-day development. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ എന്താണ്, എക്കണോമിക് പോളിസിയുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് ആക്സിലറേറ്റ് ദ പ്രോസസ് ഓഫ്, അതായത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു വളർച്ച ഉണ്ടാകാനാണ് മോണിറ്ററി പോളിസി ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് എന്താണ്, നമ്മുടെ പുരോഗതി എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം ഇല്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചൊന്ന് രണ്ട് ട്വിൻ എയിംസാണ്, രണ്ട് എയിമാണ്. ഒന്ന് നാഷണൽ ഇൻകം കൂട്ടുക, പിന്നെന്ന് പറഞ്ഞാൽ എന്താണ്, റിസർവ് ബാങ്ക് തന്നെ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത്, അതായത് പ്രയോറിറ്റി അനുസരിച്ച്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ലോൺസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോൺ ലിമിറ്റ് ഉണ്ട് ഇല്ലേ, ഇത്ര ലക്ഷം രൂപ വരെ നമുക്കത് കിട്ടും, പേഴ്സണൽ ലോൺ. അപ്പോൾ ഓരോന്നിനും ബാങ്ക് ഒരു പറയുന്നൊരു ശതമാനമുണ്ട്, ഒരു വ്യക്തിക്ക് ഇത്ര രൂപയിൽ കൂടുതൽ കിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻസ് ഉണ്ട് എന്ന് പറയുമ്പം ഇത് റിസർവ് ബാങ്കിൻ്റെ ഒരു ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നതാണ്. ഒരു ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഒരു വർഷം, ഇപ്പോൾ ഒരു ബാങ്കിന് ഒരു വർഷം ചിലപ്പോൾ ഒരു 1 crore ആയിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ ആ 1 crore എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ളതല്ല അല്ലേ, അല്ലെങ്കിൽ പലർക്കായിട്ട് സബ് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ റിസർവ് ഉൾപ്പെടെയാണ് അവർ എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കോടിയല്ല, മീൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്, അപ്പോൾ റിസർവ് ബാങ്ക് എപ്പോഴും ഫണ്ട് കൊടുക്കുമ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് വേണം ചെയ്യാൻ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു പദ്ധതിയുണ്ട്, ഇന്ന മേഖലയിൽ കൂടുതൽ വളർച്ച ഉണ്ടാവണം, ഇന്ന മേഖലയിൽ ഓൾറെഡി വളർച്ചയിലാണ്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് പല ഏരിയയിലൊക്കെ ഓരോരുത്തർക്കും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, റൂറൽ ഏരിയസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പം അഗ്രികൾച്ചർ ലോൺസ് അല്ലെങ്കിൽ സബ്സിഡി ലോൺസ് അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ സിറ്റിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അവൈലബിൾ അല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ആൾക്കാരും സിറ്റിയോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു റീജിയണൽ ബാലൻസ് ഉണ്ടാവാനാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ചെയ്യുന്ന ഈ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അത് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. Second is controlled expansion. That is, the second objective is to control the price and reduce the inflationary pressure in the economy. എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത് പറയുന്ന വില ഇല്ലേ, പ്രൈസിനെ ഒന്ന് കൺട്രോൾ ചെയ്യിക്കുക. So the monetary policy of the Reserve Bank during the planning period is appropriately termed as the controlled expansion. അതായത് ചില കേസുകളിൽ ഒരു കൺട്രോൾഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് തന്നെ എന്താണ് ലിമിറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്യും, പക്ഷേ ഒരു കൺട്രോളിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അണ്ടറിൽ നിന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി പീരീഡൊക്കെ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യണം, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. സോ എവറി എക്കോണമി ഫേസസ് 2 conflicts interest ഇല്ല, എന്തൊക്കെയാണ്, എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ ടു ഫിനാൻസ് ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ആൻഡ് ദ സെക്കൻഡ് ഇസ് control of money supply to check inflationary pressure generating in the economy. So the control expansion of money supply was essential for the growth with the reasonable price stability in the country. അപ്പം ഒരു രാജ്യത്തിൻ്റെ ഈ കൺട്രോൾഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി, അതായത്
സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ ഒരു പ്രൈസിലൊക്കെ ഒരു വ്യത്യാസം, അതായത് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടാതെ അല്ലെങ്കിൽ ആ വിലയിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാതെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി പോളിസി വെച്ചുകൊണ്ട് മൊത്തത്തിലൊരു എക്സ്പാൻഷൻ നടത്തുക. അപ്പം എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ ടു ഫിനാൻസ് ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്യുകയും വേണം, എന്നാൽ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ വളരുകയും വേണം. അതാണ് റിസർവ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, കൺട്രോൾ ഓഫ് മണി സപ്ലൈ. ഇനി മണി സപ്ലൈയിൽ ഒരു കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പരിധിക്കപ്പുറം. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ATMs തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് ഇത്ര രൂപ വരെ അല്ലേ. ഇപ്പം SBI ഒക്കെ ആണെങ്കിൽ 40,000 വരെ ലിമിറ്റ്സ് ഉണ്ട്. സാധാരണ ചില ബാങ്ക്സ് ആണ് 10,000. അപ്പം നമുക്ക് അങ്ങനെയുള്ള ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി എന്ന നിലയിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു റൂളാണ് പരമാവധി അക്കൗണ്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ അതുപോലെ വലിയ എമൗണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് പാൻ കാർഡ്സ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇല്ലേ, 50,000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് പാൻ കാർഡ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കൺട്രോൾ ഇല്ലേ, എന്തിനാണ് മണിയുടെ പുറത്ത് വന്നിരിക്കുന്നത്, റിസർവ് ബാങ്കിൻ്റെ ചില മോണിറ്ററി പോളിസികളാണ്. And to check the inflammatory pressure generated in the economy as a result of vast development and non-development expenditure. അപ്പം ഒരു പരിധി വരെ ഈ കൺട്രോൾ വെച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ എക്കോണമി വളരണം, അതോടൊപ്പം നോൺ ഡെവലപ്മെൻറ്റിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് എക്സ്പെൻസിൻ്റെ ആവശ്യങ്ങളില്ല, അത് കുറയ്ക്കുകയും വേണം. അങ്ങനെയാണ് അവരതിനെ നിശ്ചയിക്കുന്നത്. ദസ് control expansion of money supply was essential for the growth with reasonable price stability in the country. അങ്ങനെയാണത് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കൺട്രോൾഡ് എക്സ്പാൻഷൻ ഓഫ് മണീസ്, ഒരു മണി സപ്ലൈയിൽ റിസർവ് ബാങ്കിൻ്റെ കൺട്രോൾ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഒരു ഗ്രോത്ത് ഇല്ലേ നമ്മുടെ രാജ്യത്തിനൊരു വളർച്ച ഉണ്ടാകൂ. ആ വളർച്ച എങ്ങനെ ആയിരിക്കണം, ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് സ്റ്റെബിലിറ്റി രാജ്യത്ത് നിലനിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ വളർച്ചയ്ക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. അപ്പോൾ ടുഡേ വി ഡിസ്കസ് എ സ്മോൾ ടോപ്പിക്, ദാറ്റ് ഇസ് മോണിറ്ററി പോളിസി. ഇറ്റ് മീൻസ് ദാറ്റ് it is a Reserve Bank procedure to regulate the cost and supply of money and credit in order to achieve the socio-economic objectives of the economy. Clear with the point? And also we can say is that it is a discretionary act undertaken by the authorities, that is RBI, designed to influence the supply of money, cost of money or rate of interest and the availability of the money. Next we go for the objective. There are main object the economic policy, that is to accelerate the process of economic growth, and the second is controlled expansion. Clear with the topic? So I think you are understood with the topics. This is the end of today's section. So study well, prepare well. Thank you.